2025 ഈ പറയുന്ന ബാബ വാങ്കി ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വസ്തുതകളും അല്ലെങ്കിൽ അതിലേക്ക് വെളിച്ചമൂതുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെങ്കിലും കൊണ്ടുപോകുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഈ പറയുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ 2025 നടന്നിട്ടുണ്ടോ? അന്ധവിശ്വാസങ്ങളും കാൽപ്പനിക കഥകളും അതുപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാരും ആൾദൈവങ്ങളുമുള്ള ഒരിടമാണ് നമ്മൾ വസിക്കുന്ന ലോകം. അതിൽ ഇന്ത്യ എന്നില്ല, കേരളം എന്നില്ല, ലോക ഭൂപടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് തിയറികൾ, ഒരുപാട് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കണമോ എന്ന് സംശയിക്കുന്ന ഒരുപാട് തിയറികളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ഈ 2025 ജീവിക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് പേർ നമ്മളുടെ ഇടങ്ങളിലുമുണ്ട്. നമ്മളിപ്പോൾ ഈ ആവേശം സിനിമയിൽ കണ്ട ഇലുമിനാറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസ്പിറസി തിയറി പോലും കാര്യം പോലും ഒരുപാട് ചിന്തകളുടെയും ഒരുപാട് സംശയങ്ങളുടെയും നിഴൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു, ഒരു വർഷത്തിന്റെ അവസാന അന്ത്യത്തിൽ നമ്മൾ എല്ലാവരും ഓൺലൈൻ മീഡിയകളിലും അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ഇടങ്ങളിലും എന്തിനേറെ ഡാർക്ക് വെബിന്റെ ഉള്ളറകളിലും തിരയുന്ന ഒരു പേരാണ് ബാബ വാങ്കെ. ആരാണ് ബാബ വാങ്കെ? ബാബ വാങ്കയ്ക്ക് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ മരണത്തിനിപ്പുറവും ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുവാൻ സാധിക്കുന്നത്? അവരൊരു പ്രവാചകയാണെന്ന് പറയുന്നു. അവർ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഹിറ്റ്ലറിന്റെ അന്ത്യവും അതുപോലെ തന്നെ ഒരുപാട് സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ഈ പറയുന്ന ബാബ വാങ്കെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത് പിന്നെ നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം തന്നെ ഇതിന് വേറെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാരണം, ഈ ബാബ വാങ്കെ എന്ന് പറയുന്ന സ്ത്രീ അന്ധയായിരുന്നു. 12ാമത്തെ വയസ്സിലുണ്ടായ ഒരു ചുഴലിക്കാറ്റിൽ തന്റെ കണ്ണ് നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ചരിത്രത്തിൽ ഒരിടത്തും ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന സമയത്ത് ഈ പറയുന്ന ഡേറ്റിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായതായിട്ട് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിൽ ഒരുപാട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഒരുപാട് കെട്ടുകഥകളാൽ പിണഞ്ഞു കിടക്കുന്ന ഒരു കഥയാണ് ഈ പറയുന്ന ബാബ വാങ്കയുടെ ജീവിതവും ജീവിത ചരിത്രവും. ബൾഗേറിയൻ എന്ന് പറയുന്ന സ്ഥലത്ത് 1911 ജാനുവരി 31 ഈ പറയുന്ന ബാബ വാങ്കെ ജനിക്കുന്നത്. 1996 ഓഗസ്റ്റ് 15 അർബുദബാധ എന്ന് പറയുന്ന ഒരു അസുഖത്തെ തുടർന്നാണ് ഈ പറയുന്ന ബാബ വാങ്കെ മരണപ്പെടുന്നത്. മരണപ്പെടുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന ബാബ വാങ്കെ ഒരു പുസ്തകങ്ങളും രചിക്കപ്പെട്ടിട്ടില്ല, ഒരിടത്തും ഒന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ തന്റെ അനുയായികളായിട്ട് ഈ പറയുന്ന ബാബ വാങ്കെ പ്രവചനങ്ങൾ തുടങ്ങുന്ന സമയം മുതൽ ഒരുപാട് അനുചരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഉപജാപം ചൊല്ലുന്നവർ, ഈ പറയുന്ന ആൾ ദൈവങ്ങളെ കൂടെ കൂടുന്നത് പോലെ തന്നെ ആവണം ബാബ വാങ്കയുടെ കൂടെ ഒരുപാട് പേർ വന്നു ചേർന്നു. അവരെഴുതി വെച്ച വചനങ്ങളാണ് ഈ ഓരോ ഇയർ എൻഡുകളാവുമ്പോഴേക്കും ഇന്റർനെറ്റിന്റെ പല മേഖലകളിലേക്കും കടന്നു വരുന്നത്. അതിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ 2025 ബാബ വാങ്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ നമ്മുടെ വിഷയത്തെ ഇന്ന് കൊണ്ടുപോകുന്നത്. 2025 ഈ പറയുന്ന ബാബ വാങ്കെ ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വസ്തുതകളും അല്ലെങ്കിൽ അതിലേക്ക് വെളിച്ചമൂതുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെങ്കിലും കൊണ്ടുപോകുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഈ പറയുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ 2025 നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടിച്ച കോവിഡ് പാൻഡമിക് പോലും ഈ പറയുന്ന ബാബ വാങ്കെ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് അവകാശവാദം. പക്ഷെ അതിനൊരുപാട് ഒരുപാട് കോൺസ്പിറസി തിയറികൾ ഇതിനുള്ളിൽ കിടന്ന് വലയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യം എന്ത്, ഇതിന്റെ ശരി എന്തെന്നുള്ളത് ഇപ്പോഴും ഒരു മൂകതയിൽ അല്ലെങ്കിൽ ഏറിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ ബാബ വാങ്കെ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ 2025 പല തരത്തിലുള്ള യുദ്ധങ്ങൾ, അതായത് നമ്മുടെ യൂറോപ്യൻ ടെറിട്ടറിയിലും അതുപോലെ തന്നെ നമ്മുടെ പല ലോക രാജ്യങ്ങളിലും പല യുദ്ധങ്ങളും പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ റഷ്യയിൽ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അങ്ങനെ ഈ 2025 പല ലോകരാജ്യങ്ങളും തമ്മിൽ പലതരത്തിലുള്ള നയതന്ത്രപരമായിട്ടും അതുപോലെ തന്നെ അതിർത്തിപരമായിട്ടുള്ള രീതികൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമായിട്ടാണ് ഇന്ന് പലരും ഈ പറയുന്ന 2025 ബാബ വാങ്കെ നടത്തിയിട്ടുള്ള ആ ഒരു പ്രവചനവുമായി കൂട്ടി വായിക്കുന്നത്. അത് നമുക്ക് ഒരുപക്ഷെ ഈ പറയുന്ന ഇതിനെ എതിർക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്നവർക്കും അല്ലെങ്കിൽ എതിർക്കുന്നവർക്കും രണ്ടു തരത്തിലുള്ള ചേരികളിൽ നിന്നുള്ള സംസാരങ്ങൾ നടക്കുന്ന വിഷയങ്ങളിലേക്ക് പോലും ഇന്ന് എത്തിച്ചേരുന്നു. ബാബ വാങ്കെ അനുകൂലിക്കുന്ന ഒരു സഖ്യം ഇന്ന് ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ ഈ പറയുന്ന ബാബ വാങ്കെ പ്രവചിച്ചു എന്ന് പറയുന്ന ആ തിയറികളിലെ സത്യത്തെ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കാൻ ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് അവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്നാണ്,
ക്യാൻസർ എന്ന് പറയുന്ന വിപത്തിന് ഒരു വാക്സിൻ കണ്ടെത്തുമെന്നും ആ വാക്സിൻ 2025 ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് ബാബ വാങ്കെ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രവചനം. നമ്മുടെ ഈ ഇടക്കാലങ്ങളിലാണ് ന്യൂസിൽ കാണാൻ സാധിച്ചത് റഷ്യ അവരൊരു വാക്സിൻ, അതായത് ഈ പറയുന്ന ക്യാൻസറിനെ സംബന്ധിക്കുന്ന ഒരു വാക്സിൻ കണ്ടെത്തുവാൻ പോകുന്നുണ്ട്, അത് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു വാർത്ത ഈ ഇടങ്ങളിൽ നമ്മുടെ ഈ പറയുന്ന ന്യൂസ് ചാനലുകളിലായാലും അതുപോലെ ഇന്റർനെറ്റിന്റെ പല മേഖലകളിലും വന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഫൈനലാവാത്തൊരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ നിജം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ റിയാലിറ്റി എന്താണെന്ന് ഇപ്പോഴും നമ്മൾ ഏറിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഉറപ്പിച്ച് പറയുവാനും സാധിക്കില്ല. പക്ഷെ ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ബാബ വാങ്കെ എന്ന് പറയുന്ന അന്ധയായ സ്ത്രീ, 1996 മരണപ്പെട്ട ആ സ്ത്രീ, അന്ന് എവിടെയൊക്കെ ആരോടൊക്കെ പറഞ്ഞ തിയറികൾ ആരൊക്കെയോ ഇന്ന് പുറം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഇതൊക്കെ സത്യമായി മാറുന്നുണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു തിയറിയാണ്, നമ്മൾ മനുഷ്യർ ഏലിയനുമായിട്ട്, അതായത് അന്യഗ്രഹ ജീവികളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടും, അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് ഈ പറയുന്ന ബാബ വാങ്കെ പറഞ്ഞിട്ടുള്ളത്. അതും 2025 തന്നെ നമ്മൾ ഏലിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് ബാബ വാങ്കെ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രവചനം. അതുപോലെ തന്നെ വളരെ വിചിത്രമായും വളരെ എന്താ പറയുക, എനിക്ക് ഒരിക്കലും പേഴ്സണലി അത് ഞാൻ അംഗീകരിക്കുന്നില്ല, അത്തരത്തിലുള്ള ഒരു പ്രവചനം കൂടി ഈ പറയുന്ന ബാബ വാങ്കെ നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന അന്യഗ്രഹ ജീവികളുമായിട്ട് മനുഷ്യർ ഒരു യുദ്ധത്തിലേക്ക്, നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുമെന്നും അത് വലിയ നാശനഷ്ടങ്ങൾ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കുമെന്നും ബാബ വാങ്കെ പ്രവചിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിന്റെ തിയറി എത്രത്തോളം ശരിയാണെന്നും അത് എത്രത്തോളം ലോജിക്കലി അത് അംഗീകരിക്കാൻ സാധിക്കുമെന്നും ഇന്നത്തെ ഈ ജനറേഷനിൽ ജീവിക്കുന്ന എനിക്ക് അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ബാബ വാങ്കെ പ്രവചിച്ചിട്ടുണ്ട്. ഇനി വരും കാലങ്ങളിൽ, ഇനി 2026 തുടക്കത്തിൽ ഒരുപക്ഷെ ഇതുപോലെ ഇന്റർനെറ്റിന്റെ ഏതെങ്കിലും ഒരു സർവൈലൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാർക്ക് വെബിന്റെ ഉള്ളിലെങ്കിലും ഈ പറയുന്ന ബാബ വാങ്കെ എന്ന് പറയുന്ന സ്ത്രീ നടത്തിയിട്ടുള്ള പ്രവചനത്തിന്റെ പുതിയ പുതിയ കാര്യങ്ങൾ വന്നു കയറാം. അതൊരു പക്ഷെ പണ്ട് മണിച്ചിത്രത്താഴിൽ ശോഭന അവിടെ ഒരു ചമയക്കൂട്ട് തേടി നാഗവല്ലിയെ കണ്ടെത്തിയതുപോലെ പിന്നെയും പ്രവചനങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോഴും പഠനങ്ങൾ നടത്തുന്ന, ഇത്തരം വിഷയങ്ങളോട് താല്പര്യമുള്ളവർക്ക് വളരെ ജിജ്ഞാസയോടും വളരെ കൗതുകത്തോടും ഇത് കാത്തിരിക്കുന്ന ഒരിടമാണ് നമ്മുടെ ലോകം. അതുകൊണ്ട് തന്നെ ഈ 2026 പിറക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 2025 ബാബ വാങ്കെ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളാണ് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനുള്ളിൽ നിങ്ങളുടെ തിയറി എന്താണ്, നിങ്ങളുടെ ഒരു ചിന്തയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് വ്യക്തമായിട്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ, അല്ലെങ്കിൽ മറ്റൊരു വിഷയവുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.